നമ്മൾ നിൽക്കുന്നത് സ്കൂട്ടാക്കുള്ള കുറച്ച് ഇതായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിട്ടുള്ള മലയാളം. നട്ടു ചവളുടെ പാട്ട്, മീൻ പൊരിക്കുന്ന മണം, പൂക്കളുടെ ഭാഷ, കുളം, പ്രാന്തത്തി. ഇവ ആരുടെ കൃതികളാണ്? വിഷ്ണുപ്രസാദ്. ചിറകുള്ള ബസ് ആര് എഴുതിയതാണ്? വിഷ്ണുപ്രസാദ്. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം, ഒരു കുലമുന്തിരിങ്ങ. ഇവ ആരുടെ കൃതികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത രചിച്ചതാര്? പി രാമചന്ദ്രൻ. പി രാമചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി കാണേ കാണേ. ചന്ദ്രൻ എന്ന വാക്കിന് പകരം വരുന്ന വാക്കുകൾ: ഇന്ദു, ശശി, ശങ്കരൻ, തിങ്കൾ. താഴെ പദങ്ങൾ പിരിച്ചെഴുതുക. അങ്ങനെ ആട്ടെ. കടയിൽ, കട പ്ലസ് ഇൽ. താഴത്തിലോടി, താളത്തിൽ പ്ലസ് ഓടി. കുതിർന്നുടഞ്ഞു, കുതിറി പ്ലസ് കുടഞ്ഞു. നന്ദിയുണ്ട്, നന്ദി പ്ലസ് ഉണ്ട്. ശകടം എന്ന വാക്കിൻ്റെ അർത്ഥം വാഹനം. എത്രയാണ്? നമുക്ക് അടുത്ത പേജ് നോക്കാം. ജിക്കാണ്. ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്ന. 1954 ആദ്യമായി ലഭിച്ചവർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ, സി രാജഗോപാലാചാരി. ഒന്നുകൂടി പറഞ്ഞേ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ, സി രാജഗോപാലാചാരി. 1954 ആദ്യമായി ലഭിച്ചവർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ, സി രാജഗോപാലാചാരി. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ പരമോന്നത സിഖ് ബഹുമതി പരംവീർ ചക്ര. ഇന്ത്യയിലെ സിനിമ പരമോന്നത ബഹുമതി ദാദ്ര സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ വനിത ദേവിക റാണി. ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. 2025 ലഭിച്ചത് മോഹൻലാൽ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മോഹൻലാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ മലയാളി ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ കവിത എന്ന സമാഹാരത്തിനാണ് ലഭിച്ചത്. സമ്മാനത്തുക 11 ലക്ഷം. 2024 ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. മലയാളം. അർത്ഥം എഴുതുക. കഥ, പാട്ട്. നൊമ്പരം, സങ്കടം. കാലികൾ, പശു. ആദി, മുതലായവ. ആദി. രണ്ടാദ്യാട്ടം. തോഴി, കൂട്ടുകാരി. ഉള്ളം, മനസ്സ്. സമാന പദങ്ങൾ. വനം. വനം എന്നാൽ എന്താണെന്നൊക്കെയാണ്. വനത്തിന് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കാട് എന്ന് പറയും, കാനനം എന്ന് പറയും, ആരണ്യം എന്നും പറയും. മകൻ, തനയൻ, സുതൻ, പുത്രൻ. നദി, വഹിനി, തരങ്കിണി, തടിനി. തിരിച്ചെഴുതുക. ചാലത്തെടുത്തു, ചാലെ പ്ലസ് തടുത്തു. എൻ മകൻ എന്തുപോൽ, എൻ മകൻ പ്ലസ് എന്തു പോൽ. നീറുന്നിതുള്ളം, നീറുന്നു പ്ലസ് ഇത് പ്ലസ് ഉള്ളം. ഇന്നലെ, ഇന്നേരം, ഇന്നലെ പ്ലസ് ഇന്നേരം.
അക്ഷരമാല ക്രമത്തിൽ എഴുതുക. ഇത് ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കാളിന്തി, സർപ്പം, പശു, അമ്മ, വിഷമിച്ചു. ഫസ്റ്റ് അമ്മ, പിന്നെ കാളിന്തി, പിന്നെ പശു, പിന്നെ വിഷമിച്ചു, പിന്നെ സർപ്പം. അർത്ഥം വ്യത്യാസം. വന്നല്ലോ, വന്നുവല്ലോ, വരാഞ്ഞു, വന്നില്ല. തരു, മരം. താര്, പൂവ്. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളത് സിക്കിം. ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി കഞ്ചൻജംഗ കൊടുമുടി. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? ഏതൊക്കെ? 7. പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്? ഏതൊക്കെ? 9. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. സംസ്ഥാനം, തലസ്ഥാനം, ഭാഷ, കലാരൂപം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക ഇല്ലല്ലേ സംസ്ഥാനം. അപ്പം നമുക്ക് ആദ്യം ആന്ധ്രാപ്രദേശിൻ്റേത് നോക്കാം. ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതിയാണ് തലസ്ഥാനം. ഭാഷ തെലുങ്ക്. കലാരൂപം കുച്ചിപ്പുടി. അരുണാചൽ പ്രദേശ് ഇറ്റാനഗറാണ് തലസ്ഥാനം. ഭാഷ ഇംഗ്ലീഷ്. ബാർസോവ. കലാരൂപം. ആസാം ദിസ്പൂറാണ് തലസ്ഥാനം. ആസാമി ഭാഷയാണ്. കലാരൂപം തിഹു. ബീഹാർ പാട്ന. ഹിന്ദി കജാരി. ഛത്തീസ്ഗഡ് റായ്പൂർ. ഇംഗ്ലീഷ് കർമനാച്ച്. ഗോവ പനാജി. കൊങ്കിണി ദേഗണി. ഗുജറാത്ത് ഇവിടെ സിമ്പിളാണല്ലോ. ഗുജറാത്തിന് തലസ്ഥാനമാണ് ഗാന്ധിനഗർ. ഗുജറാത്തി, ഗർഭ, ഹരിയാന, ഛത്തീസ്ഗഡ്, ഹിന്ദി, സാൻ, ഹിമാചൽ പ്രദേശ്, ഹിംല ഹിന്ദി, ജാർഖണ്ഡ്, റാഞ്ചി ഹിന്ദി, പൈക്കം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരുന്നിരിക്കും. ബൈ ബൈ ചെയ്യും. അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ഇവിടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ്. ഞാൻ ഒന്നും കൂടി പറയുന്നു. അപ്പോൾ നമ്മളിതാ വീഡിയോ നിർത്തി.